വരികയായിരുന്നു. ആ കുടുംബത്തിന് അവർക്ക് ഇല്ലാതായത് അവരുടെ പ്രിയപ്പെട്ട മകനെയാണ്. വിശ്വാസവഞ്ചന കാട്ടിയ ഗ്രീഷ്മയെ അവസാന ശ്വാസം വരെ വിശ്വസിച്ചിരുന്നു ഷാരോൺ എന്നതുകൂടി കോടതി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ക്രൂരതയ്ക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് 24-കാരിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അല്ലേ റിനു? തീർച്ചയായും എന്തായാലും ഈ വിധി പ്രസ്താവം ഉറ്റുനോക്കുന്നതിനു വേണ്ടി നൂറുകണക്കിന് ജനങ്ങളാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. നമുക്ക് അവരോട് കൂടി പ്രതികരണങ്ങൾ ആരായിക്കാം. ചേട്ടാ, എങ്ങനെ ഈ ശിക്ഷയെ കാണുന്നു? 100% ഇത് മറ്റുള്ള ഒരു ഷാരോൺ ഇനി കേരളത്തിൽ വരാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള അർഹതപ്പെട്ട വിധി തന്നെ, ശിക്ഷാവിധി തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഈ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. എന്ത് പറയുന്നു? തക്കതായിട്ടുള്ള വിധി തന്നെ കൊടുത്തത്. ഈ വിധി അത്യാവശ്യമാണ്. ആ ജഡ്ജിക്കാണ് സല്യൂട്ട് കൊടുക്കുക. ശക്തമായ നടപടിയാണ്. ഇതാണ് നല്ല ഗുഡ് ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് കേട്ട എല്ലാവരും പറയുന്നത്. ക്രൂരതയ്ക്ക് മാപ്പില്ല എന്ന് കോടതി പറയുകയാണ്. അതിക്രൂരമായാണ്, ബ്രൂട്ടലായാണ് ഷാരോണിനെ കൊന്നത്. അവസാനം ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് ഷാരോൺ പോയി വെള്ളമിറങ്ങാതെ മരിച്ചു എന്നതുവരെ കോടതി കണക്കിലെടുത്തുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നത്. അല്ലേ? റഷീദ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ വധശിക്ഷ എന്നത് തന്നെയാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. അത് തന്നെ വിധിച്ചു എന്നതല്ലേ ഏറ്റവും മാതൃകാപരമായ ശിക്ഷ നൽകുക എന്നത് തന്നെയാണ് കേരളം ഉറ്റുനോക്കിയ ശിക്ഷ. അതിൽ വധശിക്ഷ തന്നെ നൽകുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? സുനിഷ, അസാധാരണമായ കേസിൽ അസാധാരണമായ വിധി കോടതിക്ക് പറയേണ്ടി വരും എന്ന് വ്യക്തമാക്കിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് MA ബഷീർ വധശിക്ഷ പ്രതിക്ക്, ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കോടതി സാധാരണ കോടതിയിൽ ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നത് പോലെ പെട്ടെന്നൊരു വിധി പറഞ്ഞ് പിന്നീട് വിധിയുടെ പ്രസ്താവം വരുമ്പോൾ ഡീറ്റെയിലേക്ക് കടക്കുന്ന ഒരു രീതി അല്ലായിരുന്നു. കോടതി കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ 4 വകുപ്പുകളും ഇൻഡിവിജ്വലായി എടുത്ത് ഓരോ വകുപ്പിലും എന്താണ് കോടതി കണ്ടെത്തിയത്, കോടതിക്ക് അതിൽ പറയാനുള്ള കമന്റ് എന്താണെന്ന് വ്യക്തമാക്കി ഏതാണ്ട് 36 മിനിറ്റ് എടുത്താണ് ഈ കേസിലെ വിധി ജഡ്ജ് MA ബഷീർ നിർവഹിച്ചത്. ഇതിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ തന്നെ കോടതിയുടെ ഒരു മൈൻഡ് വ്യക്തമായിരുന്നു. ഇതിൽ പ്രതിഭാഗം പലതരത്തിലുള്ള വാദം തുടക്കം മുതൽ ഉന്നയിച്ചു. ഏറ്റവും അവസാനം പറഞ്ഞ ഒരു വാദം, ഈ കൊലപാതകം നടത്തുന്ന ദിവസം പോലും ഷാരോൺ ഈ ഗ്രീഷ്മയെ മർദ്ദിച്ചു, മുഖത്തടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചു. കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരവധി വിലയിരുത്തൽ, അതിവിദഗ്ധമായ കൊലയാണ് ഗ്രീഷ്മ നടത്തിയതെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. കേസിന്റെ 11 മണിക്ക് കോടതി നടപടി തുടങ്ങിയ ഉടൻ തന്നെ ആദ്യം ജഡ്ജ് ചെയ്തത്, ഇതിൽ ഷാരോന്റെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതിക്കകത്തേക്ക് കയറണം, അവരുടെ മുമ്പിലിരുന്നാണ് ഞാൻ ഈ കേസിലെ വിധി പറയുന്നത് എന്ന നിലപാട് ജഡ്ജ് എടുത്തു. അതിനുശേഷം ഇങ്ങനെ ഒരു നിലപാട് ഇതിനു മുമ്പ് ഒരു കോടതിയിലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന കാര്യം കൂടി ജഡ്ജ് പറഞ്ഞു. ജഡ്ജിന്റെ ചേംബറിന്റെ വലതുവശത്ത് അഭിഭാഷകർ ഇരിക്കുന്ന സൈഡിൽ തന്നെ ഈ ഷാരോന്റെ അച്ഛനെയും അമ്മയെയും സഹോദരൻ ഷീമോനെയും അവിടെ ഇരുത്തുകയാണ് ചെയ്തത്.